ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. 2 ദിവസമായാലും എന്നെ കാണാത്ത വരാത്ത തന്നെ ആരെങ്കിലും അന്വേഷിച്ചിട്ട് വരുന്ന എന്നിട്ട് വീഡിയോ ഇടാൻ നിന്നത്. പിന്നെ എന്ന് വെച്ചാൽ ആരും അന്വേഷിച്ചിട്ട് വരാനാളില്ല. ഞാൻ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നല്ലത് എന്നിട്ട് ഇന്ന് മാമൻ്റെ പേർക്ക് പോകാനുണ്ടായി. മാമൻ്റെ ആണ്ടുണ്ടായി. അങ്ങനെ വിളിച്ചിട്ട് അവിടെ പോകണ്ടേ. അങ്ങനെ പോകുന്ന ബൈക്ക് പെരക്കൊന്ന് കയറാനുണ്ടായി. ജസ്റ്റ് അനിയത്തിൻ്റെ 2-3 സാധനം കൊടുക്കാണ്ട് പിന്നെ അനിയത്തിനെയും കൂട്ടാണ്ടായി. അങ്ങനെ അനിയത്തിനെല്ലാം കൂട്ടിയിട്ട് ഡയറക്റ്റ് മാമൻ്റെ പേർക്ക് വിട്ടു. എല്ലാവർക്കും പോയിട്ട് ഞാൻ വിചാരിച്ച് ഭർത്തപ്പം പോയെന്ന് ഫുൾ തന്നെ ട്രോളാനായിട്ട് ഓരെല്ലാം കാത്തിരുന്നിട്ടുണ്ടായി. അന്നെങ്കിൽ 2-3 ഫാൻസും നമുക്ക് ഉണ്ടായവേ. മാമാൻ്റെ അടുക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഒരു വേറെ ഫീലിങ്സ്. അത് നമുക്ക് പറഞ്ഞെങ്കിൽ അറിയാലോ. അത് വേറെ ഫീലിങ്സ്. ഇപ്പോൾ പിന്നെ മാമ മരിച്ചേ പിന്നെ അങ്ങനെ പോവല്ലോ ഇല്ല ഇതാക്കലില്ല. പണ്ട് ഇവിടെ തന്നെ ഉണ്ടാവല്. എത്രോട്ടെ വരും മാമൻ്റെ അടുക്ക്. അയ്യോനെല്ലാം കണ്ട എൻ്റെ വീഡിയോ നോക്കിയാണ് ചിരിച്ച് ജന കളിയാക്കിയിട്ട് കൊല്ലുന്നുള്ളത്. പിന്നെ കുഞ്ഞാമാറില്ല പണീൻ്റെ തിരക്കിലുള്ളത് ഫ്രൂട്ട്സ് കട്ടാക്കുന്നതാവും. ഞമ്മ പിന്നെ പോയ പാട് ജ്യൂസും കുടിച്ച് ബേക്കാനായിരുന്നു. നല്ല ചൂട് ചോറും നല്ല ബീഫ് കറിയും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തിൻ്റെ ഓരോ ബയ്യായിരുന്നത് പുറത്ത്. അങ്ങനെ ഓരോടുത്ത് കുറച്ച് നേരം ഓരോടുത്ത് കഥ പറഞ്ഞിട്ട് ഓരോടുത്തിരുന്നു. ബേച്ചിട്ടായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിട്ട് എൻ്റെ പ്രസാദവും തമാശയും കളിയെല്ലാം ആക്കിയിട്ട് ആ മാൻഡി നല്ല ചൂട് ചായ കൊടുന്നു. ചായം കുടിച്ചിട്ട് പിന്നെ ആർക്കും പോവാൻ മനസ്സില്ല. ഇടയ്ക്ക് വന്നെങ്കിൽ ഒരു വേറെ ഒരു വൈബ് പറഞ്ഞാൽ പണ്ടത്തെ ഒരു തറവാട് പോരല്ലേ. അതിൻ്റെ ഒരു എല്ലാ ഫീലിങ്സും ഉണ്ട്. എല്ലാ കസിൻസും ഒക്കെ കൂടുന്നതും അപ്പമാറും ആൻറ്റിമാറും പിസിയും പറഞ്ഞെങ്കിൽ തീരാനില്ല. കുറേ ആയില്ലേ ഇപ്പോൾ കാണാത്ത. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ കൂടിയിട്ടുണ്ടായിട്ടാ നമ്മന്നെ കൂടിയതല്ലാത്ത കസിൻസ് എന്തും ഇങ്ങനെ കൂടിയിട്ടുണ്ടായിട്ട് അങ്ങനെ കുറേ ഡ്രസ്സിൻ്റെ കഥയും പൊന്നിൻ്റെ കഥയും ചെരുപ്പിൻ്റെ കഥയും മലേൻ്റെ കഥയും എല്ലാം പറഞ്ഞെങ്കിൽ തീരാത്ത കഥ ഞങ്ങൾക്ക്. അങ്ങനെ അപ്പം സ്കൂട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായി. ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും സ്കൂട്ടി കണ്ടെങ്കിൽ. സ്കൂട്ടി കാണാത്ത മാതിരി ഒന്നാകലൊക്കെ കയറിയിരുന്നിട്ട് ടയറെല്ലാം പഞ്ചറായി എന്നല്ല പറയുന്നുണ്ടായി ആളപ്പം. പിന്നെ നമ്മൾ നേരെ അതിനൊന്ന് നോക്കാൻ പോയിട്ടാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കഥയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ പെരക്ക് വിടുമ്പോൾ കസിൻസ് എല്ലാം ഇല്ല. നമ്മൾ മൂത്താനവിടെ പോയിട്ട് വരാറുണ്ട്. എല്ലാവരും പെരക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആളമ്മല്ലാം ഉണ്ടല്ലിട്ട് ബസ്സന്മാരെല്ലാം റിക്ഷയിൽ കയറ്റിയിട്ട് 1-2-3 ആൾ ബാക്കിയായി. അതിൽ ഞാനും പെട്ടോയി. പെട്ടിട്ട് ഞാൻ റിക്ഷ കയറിട്ട് പോയി. 10-30-300 സാധനം മേങ്ങി കണ്ട പീടേക്കെല്ലാം കയറി. എന്ത് ചെല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു പൊലിസിന് തന്നെ. അങ്ങനെ നടന്നിട്ട് പൊരക്ക് വന്നിട്ട് പാട് ചായ കുടിച്ചിട്ടായിട്ട് പിള്ളേർ ഫ്രിഡ്ജിൽ അച്ചാർ കൊണ്ടുപോകാം ടേസ്റ്റ് വെക്കാനില്ല. പിള്ളേർ മറ്റേ കാസെല്ലാം എന്നെ കൊടുത്തിട്ട് ഞങ്ങൾ ഒറ്റ എരിപ്പിലേനെ തിന്നിട്ട് തീർത്തു. അങ്ങനെ വരുമ്പോൾ മാമൻ്റെ അടുത്ത് ചോറെല്ലാം കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ ആ ചോറിനെ ചൂടാക്കിയിട്ട് വെച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.